الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളുടെ കടമയാണ് അവർക്ക് ലഭിച്ച ഏതൊരു അനുഗ്രഹത്തിനും ശുക്ർ ചെയ്യുക എന്നുള്ളത്. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ മനസ്സ് തട്ടി അൽഹംദുലില്ലാ എന്ന് പറയേണ്ട ഒരു സമയമാണ് ഈ സമയം. ഒരുപക്ഷെ എത്ര കാലമുണ്ടാകും എന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കാത്ത അത്രയും കാലം അള്ളാഹുവിനുള്ള ഇബാദത്ത് നടക്കുന്ന, ആരാധനകൾ നടക്കുന്ന പരിശുദ്ധമായൊരു ഭവനത്തിൽ ഇന്നതിലെ ആദ്യത്തെ ജുമഅ ആരംഭിക്കുകയാണ്. ഇസ്ലാമിൽ ഏതൊരു നന്മയുടെയും തുടക്കം കുറിക്കുന്ന ആളുകൾക്ക് ആ നന്മ എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം അതിൻ്റെ നന്മ ലഭിക്കുമെന്നാണ്. പരിശുദ്ധമായ ഈ പള്ളിയിൽ ഇന്ന് ജുമഅക്ക് ബാങ്ക് വിളിച്ചു, നമ്മളിവിടെ ഖുത്ബ ആരംഭിച്ചു. ഈ ഖുത്ബയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ പള്ളിയിൽ എത്ര കാലം ജുമഅ നടക്കുമോ, ഖുത്ബ നടക്കുമോ, അതിൻ്റെ ഒരു അജ്ർ, അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്കെല്ലാവർക്കും അത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിൽ പള്ളികൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് അറിഞ്ഞവരും പഠിച്ചവരുമാണ് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിലെത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് പള്ളി നിർമ്മിക്കുക എന്നുള്ളതാണ്.
മദീനയിലെ മസ്ജിദ് ഖുബ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഖുബ മസ്ജിദിൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലെത്തിയ ഉടനെ ആദ്യം നിർമ്മിച്ച പള്ളി അതാണ്. എന്തുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളി ആദ്യം നിർമ്മിക്കുന്നത്? പരിശുദ്ധ ഇസ്ലാമിൽ പള്ളിക്ക് വലിയ സ്ഥാനമുണ്ട്. പള്ളിയെ സാധാരണ നമ്മൾ പറയാറുള്ളത് മസ്ജിദ് എന്നാണ്. മസ്ജിദ് എന്ന പദം എന്തുകൊണ്ടാണ് പള്ളികൾക്ക് വന്നത് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. മസ്ജിദ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നമസ്കാരമാണ്. ആ നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് സുജൂദാണ്. ആ സുജൂദിൽ നിന്നാണ് മസ്ജിദ് എന്ന പദമുണ്ടായത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തിലെ തന്നെ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള, റബ്ബുമായി ഒരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സമയം സുജൂദാണ്. ആ സുജൂദുമായി ബന്ധപ്പെട്ടാണ് പള്ളികൾക്ക് മസ്ജിദ് എന്ന പേര് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഒരു പള്ളി? നമ്മളെല്ലാവരും ഉത്തരം കണ്ടെത്തേണ്ട, നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു വാചകമാണ്. പള്ളി എന്തിനാണ്? വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും പള്ളി എന്തിനാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഏകനായ പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധ ഇസ്ലാമിൽ പള്ളികൾ നിർമ്മിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു ജിന്നിലെ 18-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു. എന്താണ് ആ പള്ളികളിൽ നടക്കേണ്ടത്? പള്ളികളിൽ നടക്കേണ്ടത് നിങ്ങൾ അല്ലാഹുവോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഏകനായ പടച്ച തമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇടമാണ് പള്ളി എന്ന് പറഞ്ഞാൽ, അഥവാ തൗഹീദിൻ്റെ കേന്ദ്രമാണ് പള്ളി എന്ന് പറഞ്ഞാൽ. മഹാന്മാരായ സ്വഹാബികൾ അവർ ദീന് കേട്ടു തുടങ്ങിയത് പരിശുദ്ധമായ പള്ളിയിൽ നിന്നാണ്, മിമ്പറിൽ നിന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ തൻ്റെ സ്വഹാബത്തിന് കൈമാറിയത് പള്ളിയിൽ നിന്നാണ്. മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരണപ്പെട്ടു. പ്രവാചക തിരുമേനിയുടെ മകൻ മരണപ്പെട്ട വാർത്ത കാട്ടുതീ പോലെ സ്വഹാബികൾക്കിടയിൽ, ആളുകൾക്കിടയിൽ പരന്നു. അന്നത്തെ ദിവസം ഗ്രഹണം ബാധിച്ചു, സൂര്യന് ഗ്രഹണം ബാധിച്ചു. പ്രവാചക തിരുമേനി മകൻ മരണപ്പെട്ട സങ്കടത്തിലാണ്. അപ്പോഴാണ് അവിടെ ഒരു വാർത്ത വരുന്നത്, പ്രവാചക തിരുമേനിയുടെ മകൻ മരണപ്പെട്ടതിൻ്റെ സങ്കടം സൂര്യനും ആ സങ്കടത്തിൽ പങ്കുചേരുന്നു, പ്രകൃതിയും ആ സങ്കടത്തിൽ പങ്കുചേരുന്നു. ആ വാർത്ത കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയത് പള്ളിയിലേക്കാണ്. പ്രവാചകൻ ഓടി മിമ്പറിൽ കയറി, പ്രവാചകൻ സഹാബത്തിനെ വിളിച്ചുകൂട്ടി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നുണ്ട്, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്, സൂര്യനും ചന്ദ്രനുമെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമാണ്. ഒരാളുടെ മരണം മൂലം അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കാൻ, സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്താൻ പ്രവാചകന്റെ മിമ്പറാണ് ഉപയോഗിച്ചത്. സ്വഹാബികൾ നമസ്കാരം പഠിച്ചത് പ്രവാചക തിരുമേനി മിമ്പറിൽ കയറിയാണ് അവരെ നമസ്കാരം പഠിപ്പിച്ചത്. സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചത് നിങ്ങൾ കണ്ടുവോ അതേപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ മദീനയിലെ മിമ്പറിൽ വെച്ചാണ്. അപ്പം ഞാൻ പറയുന്നത്, പള്ളിയുടെ ദൗത്യം എന്താണ്? ഈ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ഈ പള്ളിയിൽ നിന്ന് ലഭിക്കേണ്ടത് എന്താണ്? ഇതൊരു തൗഹീദിന്റെ കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമ്മെ സഹായിക്കുന്ന, നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരിടമായി പള്ളികൾ മാറേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഖഫ്ഫതുഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദാ. ഹദീസിന്റെ അവസാന വാചകത്തിന്റെ അർത്ഥം ഞാൻ ആദ്യം പറയാം. ഹദീസിന്റെ അവസാന വാചകം എന്താണ്? വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദാ, അള്ളാഹു അവരെക്കുറിച്ച് അവൻ്റെ അടുക്കൽ സംസാരിക്കുമെന്നാണ്. ആരെക്കുറിച്ചാണെന്ന് അറിയുമോ? ഒരു കൂട്ടം ആളുകൾ അവർ പള്ളിയിൽ ഒരുമിച്ചിരിക്കുകയാണ്. എന്തിനാണ് അവർ ഒരുമിച്ച് കൂടിയത്? എന്തിനാണ്? യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യാൻ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ പഠിക്കാൻ വേണ്ടി, ദീന് മനസ്സിലാക്കാൻ വേണ്ടി. ദീന് പഠിക്കാനും പാരായണം ചെയ്യാനും ഒക്കെ പരിശുദ്ധമായ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ അവരുടെ മേൽ ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അവർക്ക് സക്കീനത്ത് ഇറങ്ങുമെന്നാണ്. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ സമാധാനമെന്നാണ്. അവർക്ക് സമാധാനമുണ്ടാകും. വഗശിയതുഹുമുർ റഹ്മ,
അവരെ കാരുണ്യം കൊണ്ട് അവരെ മൂടിപ്പൊതിയും. അതേപോലെ തന്നെ മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, പരിശുദ്ധമായ പള്ളിയിൽ നടക്കേണ്ടത് എന്താണ്? ഖുർആനിൻ്റെ പാരായണമാണ്. അതേപോലെ തന്നെ ദീന് പഠിക്കാനുള്ള സന്ദർഭങ്ങളാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ പള്ളി അതിനുള്ള ഒരവസരമായിരിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം അസർ നമസ്കാരത്തോടു കൂടെയാണ് നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇന്ന് സുബഹിയുടെ നമസ്കാരം വരെ, ആ ഒന്നാമത്തെ ദിവസം മുതൽ, തിങ്കൾ കഴിഞ്ഞതിലെ ചൊവ്വ മുതൽ ഈ വെള്ളിയാഴ്ച ദിവസം വരെ സുബഹി നമസ്കാരത്തിന് ശേഷം ഈ പള്ളിയിൽ ഖുർആനിൻ്റെ ക്ലാസ് നടന്നിട്ടുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മുടെ പള്ളി. നമ്മുടെ ഖുർആൻ പാരായണം നന്നാക്കാൻ, നമ്മൾ ദീന് പഠിക്കാൻ, നമ്മൾ ദീനിനെ മനസ്സിലാക്കാൻ, അതിനാകണം പള്ളി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊരു പള്ളി നമുക്ക് ലഭിക്കുമ്പോൾ പ്രവാചക തിരുമേനി പറഞ്ഞൊരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാകണം. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ മസാജിദുഹാ, പള്ളികളാണ് എന്നാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടം പള്ളികളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ ഏറ്റവും ഇഷ്ടമുള്ള ഇടത്തിലാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്താണ്. പടച്ചവൻ ഏറ്റവും വെറുപ്പുള്ള സ്ഥലം, ദേഷ്യമുള്ള സ്ഥലം അത് അങ്ങാടികളാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങാടികളിൽ കൂടുതൽ സമയം കളയുന്നവരാണ് നമ്മളെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിക്കാൻ, ഒന്ന് മാറി ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. കാരണം നമ്മുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പള്ളികളാണ്. അതുകൊണ്ട് തന്നെ ഒഴിവുള്ള സമയങ്ങളിൽ പള്ളികളിൽ വന്നിരിക്കണം, പള്ളികളുമായി ബന്ധമുണ്ടാക്കണം. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഖൗലുഹു അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ ലിഅന്നഹാ ബുയൂതുത് ത്വാഅ. എന്തുകൊണ്ടാണ് പടച്ചോനെ പള്ളികളെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായത്? അവിടെ ത്വാഅത്ത് നടക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിന് ഇബാദത്ത് നടക്കുന്ന, തഖ്വ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് പള്ളികൾ ഏറ്റവും ഇഷ്ടമുള്ള ഇടമായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പുതിയ പള്ളിയാണ്. സ്വാഭാവികമായും പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും ഒക്കെ ഒരുപാട് തവണ കേട്ടവരാണ് നമ്മൾ. ഈ പള്ളിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു ഹദീത്ത് അവിടെ നമ്മൾ കേൾക്കാതെ പോകാൻ പാടില്ല. പ്രവാചക തിരുമേനിയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്ത്, അദ്ദേഹം പറഞ്ഞു, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം കഴിഞ്ഞ് അയാൾ മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയ മനുഷ്യൻ്റെ നന്മയിലേക്ക്, അയാളുടെ ഖബറിലേക്ക് ഒഴുകി വരുന്ന ചില ഹസനാത്തുകളുണ്ട്, ചില നന്മകളുണ്ട്. ആ നന്മകളിൽ പ്രവാചകൻ പഠിപ്പിച്ചത് ഇൽമൻ അല്ലമഹു വനശറഹു. ഒരാൾ കുറേ പഠിച്ച ആളാണ്, ആ പഠിച്ചത് അയാൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അയാൾ പുസ്തകം എഴുതി, അയാൾ പ്രസംഗിച്ചു, അയാൾ പല രീതിയിൽ ഇൽമിനെ ഇവിടെ ബാക്കി വെച്ചാണ് പോയത്. എങ്കിലത് അയാളുടെ ഖബറിലേക്ക് വരും. അതേപോലെ തന്നെ വവലദൻ സ്വാലിഹൻ തറകഹു, അദ്ദേഹം ഉപേക്ഷിച്ചു പോയ നല്ല സന്താനം, സ്വാലിഹായ സന്താനം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ. വമുസ്ഹഫൻ വറതഹു, അദ്ദേഹം അനന്തരമാക്കി കൊടുത്ത ഖുർആൻ, അഥവാ പള്ളിയിലേക്ക് വഖഫ് ചെയ്തു ഖുർആൻ. ആ ഖുർആനിൽ ആരോദിയാലും അതിൻ്റെ കൂലി അയാളുടെ ഖബറിലേക്ക് വരുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അടുത്ത വാചകം എന്താ? ഔ മസ്ജിദൻ ബനാഹു, ഒരാളൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ആ പള്ളി നിർമ്മിച്ചാൽ ആ പള്ളിയിൽ എത്ര കാലം ആരാധനകൾ നടക്കുമോ, എത്ര കാലം സുജൂദ് ചെയ്യുമോ, എത്ര കാലം ഖുത്ബ നടക്കുമോ, ബാങ്ക് വിളിക്കുമോ, അതിൻ്റെയൊക്കെ നന്മ ആർക്ക് ലഭിക്കും? ആ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കുചേർന്ന ആളുകൾക്ക് ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ്. ഷഹ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹസനാണ് എന്ന് പറഞ്ഞ ഇമാം മഹാനായ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച, ഇബ്നു മാജയെല്ലാം ഉദ്ധരിച്ച ഹദീത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പള്ളിയുടെ നിർമ്മാണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിൽ പങ്കുചേരാൻ നമ്മൾ സന്നദ്ധരാകണം. ഏതാനും ചില വാചകങ്ങൾ കൂടെ. നമുക്ക് ഈ പള്ളി കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് അറിയുമോ? പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വാചകം ഇന്ന് ഈ ഖുത്ബയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും കേൾക്കുകയും അവരുടെ മനസ്സിൽ കൊത്തിവെക്കുകയും ചെയ്യേണ്ട വാചകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ അജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്റം. എന്താ പ്രവാചകന്റെ വാചകം? ഈ പള്ളിയിൽ, ഏത് പള്ളിയാകട്ടെ, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് വന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ തിരിച്ചു പോകുന്ന എങ്ങനെ അറിയോ? ഒരു ഹജ്ജ് ചെയ്ത കൂലി വാങ്ങിക്കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞ വാചകം?
വിസ വേണ്ട, ടിക്കറ്റ് വേണ്ട, 2 മാസക്കാലത്തെ യാത്ര വേണ്ട. നമ്മുടെ വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന കൂലി എന്താ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം. പ്രവാചകൻ തന്റെ ഇഷ്ടം പറയുന്ന ആളല്ല, തോന്നിയത് വിളിച്ചു പറയുന്ന ആളല്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനി പറയാ, നിങ്ങളൊരു ജമാഅത്തിന് വന്നാൽ നിങ്ങൾക്കൊരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നമുക്കൊരു പള്ളി ലഭിച്ചിട്ട് ആ പള്ളിയിലെ ജമാഅത്തുകൾ നടക്കുമ്പോൾ വീട്ടിൽ കടന്നുറങ്ങുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, ഗഫ്ലത്തിൽ കഴിയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഒരു ദിവസം 5 ജമാഅത്തിന് വന്നാൽ 5 ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. ഈ പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിൽ പങ്കെടുത്താൽ 3 ഹജ്ജ് ചെയ്ത കൂലി വാങ്ങാൻ പറ്റും. ഈ പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിൽ പങ്കെടുത്താൽ 3 ഹജ്ജ് ചെയ്ത കൂലി വാങ്ങാൻ പറ്റും. ഞാൻ ആ വാചകം ഒന്നുകൂടെ ആവർത്തിക്കാണ്. ഈ പള്ളിയിൽ സുബഹിക്ക് വരുന്ന ധാരാളം ആളുകളുണ്ട്. അവർ പഠിക്കാൻ വേണ്ടി തന്നെ പറയാ 3 ഹജ്ജ് ചെയ്ത കൂലി. എങ്ങനെ 3 ഹജ്ജ് ചെയ്ത കൂലി? ഒന്ന്, പ്രവാചകൻ പറഞ്ഞ ഈ ഹദീത്താണ്. ജമാഅത്തിന് വന്നു, അപ്പം എന്ത് ചെയ്തു? ഒരു ഹജ്ജ് ചെയ്ത കൂലി കിട്ടി, ജമാഅത്തിൽ പങ്കെടുത്താൽ. രണ്ടാമത്തെ ഹദീത്ത് എന്താ അറിയോ? പ്രവാചകൻ പറഞ്ഞു, ഒരു പള്ളിയിൽ ഒരു വിജ്ഞാനത്തിന്റെ സദസ്സുണ്ട് എന്ന് കേട്ടു, അറിവ് ലഭിക്കുന്ന ഒരു സദസ്സുണ്ട് എന്ന് കേട്ടു. ആ സദസ്സിൽ ഒരാൾ പങ്കെടുത്താൽ, പള്ളിയിലാണെങ്കിൽ ആ സദസ്സിൽ പങ്കെടുക്കുന്നയാൾക്ക് ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇവിടെ സദസ്സുണ്ട്, എല്ലാ സുബഹിയുടെ ശേഷവും ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുണ്ട്. അപ്പോൾ ആ സദസ്സിലേക്ക് നിയ്യത്ത് വെച്ച് വന്നാൽ 2ാമത്തെ ഹജ്ജ് ചെയ്ത കൂലി. 3ാമത്തെ ഹദീത്ത് എന്താ? പ്രവാചകൻ പറഞ്ഞു, ഒരാൾ സുബഹി ജമാഅത്തിൽ പങ്കെടുത്തു, എന്നിട്ട് അയാൾ ഉദയം വരെ പള്ളിയിലിരുന്നു. ഉദയം വരെ പള്ളിയിലിരുന്ന് ദിക്റുകളിലും ദുആകളിലും കഴിച്ചുകൂട്ടി, എന്നിട്ട് അയാൾ 2 റക്അത്ത് നമസ്കരിച്ചു. പിരിഞ്ഞു പോയാൽ അയാൾക്കൊരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പള്ളി നമുക്ക് നന്മയുടെ കേന്ദ്രമാണ്. നമ്മുടെ നന്മ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥത്തിലേക്ക് നാം വിചാരിക്കാത്ത, നാം പ്രതീക്ഷിക്കാത്ത നന്മകൾ രേഖപ്പെടുത്താനുള്ള ഒരു നന്മയുടെ കവാടമാണ് ഈ പള്ളി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നന്മകൾ വാരിക്കൂട്ടാൻ നമ്മൾ ഓരോരുത്തരും മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളി കൊണ്ട് എല്ലാ നന്മകളും ലഭിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ അൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ മിമ്പറുകൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനാണ് എന്ന് നമുക്കറിയാം. ഇന്ന് ഈ മിമ്പറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട വിഷയം നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഒരു ഭീകരാക്രമണം എല്ലാവർക്കും അറിയാം. നമ്മളാണ് പ്രതികൾ. നമ്മൾ യഥാർത്ഥത്തിൽ പ്രതികളല്ല, പക്ഷേ ആളുകൾ നമ്മളെ പ്രതികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ദൗത്യമുണ്ട്. നമ്മുടെ മതത്തെ സത്യസന്ധമായി ഈ ലോകത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കേണ്ട, പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. അന്യനായ മറ്റൊരു മനുഷ്യൻ്റെ നേരെ ആയുധം ഉപയോഗിക്കുന്നതല്ല, ആയുധം ചൂണ്ടുന്നത് പോലും പാപമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ്റെ നേരെ ആയുധം ചൂണ്ടുന്നത് പോലും പാപമാണ് എന്ന് പഠിപ്പിച്ച മതം. ഒരാളെയും അന്യായമായി കൊല്ലരുത് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അതുകൊണ്ട് തന്നെ ഈ സത്യസന്ധമായ മതത്തെ അറിയാത്ത, പഠിക്കാത്ത, മനസ്സിലാക്കാത്ത ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ ചുറ്റുപാടിൽ. അവർ വെറുപ്പുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പരിശുദ്ധമായ ദീനിനെ നമ്മൾ സത്യസന്ധമായി പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. നമുക്കിതൊരവസരമാണ്, നന്മകൾ പറയാനും കേൾക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു പള്ളിയുടെ ആദ്യത്തെ ഖുത്ബയിൽ, ഇതിൻ്റെ 2ാമത്തെ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്താനുള്ള വാചകം, നന്മ പറയാൻ ലഭിക്കുന്ന, നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും നമ്മൾ മറന്നു പോകാൻ പാടില്ല, ഉപയോഗിക്കണം. നമ്മൾ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയിലേക്ക് ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ട്. അൻസാറുകളായ ആളുകളാണ്. അവർ മദീനയിൽ നിന്നൊരല്പം ദൂരെ, പ്രവാചക തിരുമേനിയിൽ നിന്ന് കുറേ മാറിയാണ് അവർ താമസിക്കുന്നത്. അവരൊരു ഗ്രാമത്തിലാണ്. അവർക്കൊരു പ്രശ്നമുണ്ട്. ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് വെള്ളം ലഭിക്കാനില്ല, അവർക്ക് മഴ ലഭിക്കുന്നില്ല, കിണറുകളിൽ വെള്ളമില്ല, കുടിക്കാനും കുളിക്കാനും കൃഷിക്കും ഒന്നും വെള്ളമില്ല. അവർ വല്ലാത്ത പ്രയാസത്തിലാണ്. അവർ യോഗം ചേർന്നു. ആ ഗ്രാമവാസികളായ ആളുകൾ, അൻസാറുകളായ ആളുകൾ അവർ യോഗം ചേർന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നമുക്ക് നമ്മുടെ നബിയുടെ സമീപത്ത് ചെല്ലാം, നബിയോട് നമുക്ക് വെള്ളം ചോദിക്കാം, വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്താൽ നമുക്ക് വെള്ളം ലഭിക്കുമല്ലോ. അങ്ങനെ അവരൊരു വഫ്ദിനെ, ഒരു യാത്രാ സംഘത്തെ, ഒരു ടീമിനെ പ്രവാചകന്റെ മുമ്പിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഹദീസിൽ വായിക്കാൻ സാധിക്കും, ആ യാത്രാ സംഘം, ആ തെരഞ്ഞെടുത്ത ആളുകൾ മദീനത്തെ പള്ളിയിലേക്ക് വരുന്നത് പ്രവാചകൻ നോക്കിക്കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവരെ കണ്ട ഉടനെ പറഞ്ഞു, മർഹബൻ ബിൽ അൻസാർ, അൻസാറുകളായ ആളുകളെ നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾ വരൂ, നിങ്ങൾ വരൂ. അവരെന്തിനാണ് വരുന്നത് എന്ന് നബിക്ക് അറിയില്ല. പക്ഷേ നബി പറഞ്ഞു, വല്ലാഹി ലാ തസ്അലൂനി അൽ യൗമ ശൈഅൻ ഇല്ലാ അഅതൈതുകുമൂഹു. അല്ലാഹുവാണ് സത്യം, നിങ്ങൾ ഇന്ന് എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് നൽകാം. അവരെന്തിനാ വരുന്നത്? അവർക്കൊരു പ്രയാസമുണ്ട്, വെള്ളമില്ല, കുടിക്കാനും കുളിക്കാനും ഒന്നിനും വെള്ളമില്ല. ആ വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയാൻ അവർ വരുന്നത്. അപ്പോഴാണ് നബി അവരോട് അങ്ങോട്ട് പറയുന്നത്, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് നൽകും. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യും, അള്ളാഹു നിങ്ങൾക്കത് നൽകുമെന്നാണ്. ആ വാചകം കേട്ട അൻസാറുകളായ ആളുകൾ അവരവിടെ നിന്നു. എന്നിട്ട് അവർ പറഞ്ഞു, വന്ന കാര്യം ചോദിക്കാനായിട്ടില്ല, നമുക്കൊന്നുകൂടെ ചർച്ച ചെയ്യാം, ഷൂറ ചെയ്യാം. അവർ ഷൂറ ചെയ്തു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നു. അവർ നബിയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ ഞങ്ങൾക്കത് നൽകുമെന്ന്. നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താ പ്രാർത്ഥിക്കണം? യാ റസൂലല്ലാഹ്, ഉദ്ഉല്ലാഹ ലനാ ബിൽ മഗ്ഫിറ, ഉദ്ഉല്ലാഹ ലനാ ബിൽ മഗ്ഫിറ, ഞങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. സഹോദരങ്ങളെ, അവർ വന്ന ആവശ്യം അവർ മറന്നു. കാരണം എന്താ അറിയോ? അവർക്കൊരവസരം ലഭിച്ചു, നന്മ ചെയ്യാനൊരു അവസരം ലഭിച്ചു, സ്വർഗം നേടിയെടുക്കാനുള്ള ഒരു വാതിൽ അവരുടെ മുമ്പിൽ തുറന്നു വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരത് ഉപയോഗപ്പെടുത്തി. അവർ പറഞ്ഞ വാചകം എന്താ? നബിയെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം, നിങ്ങൾ അതിനു വേണ്ടി ദുആ ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർ ലി അൻസാർ, അല്ലാഹുവേ അൻസാറുകളായ ഈ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം. നബി ദുആ നിർത്തിയില്ല. വലിയ ബിനാഇൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകളായ ഈ ആളുകളുടെ മക്കൾക്കും നീ പുറത്തു കൊടുക്കണം. പ്രവാചക തിരുമേനി നിർത്തിയില്ല. വലിയ ബിനാഇൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകളായ ഈ ആളുകൾക്ക്, ഇവരുടെ മക്കൾക്ക്, അവരുടെയും മക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തു. പ്രിയപ്പെട്ടവരെ, 3 തലമുറ പാപമോചനം നേടിയാണ് അവർ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് തിരിച്ചു പോയത്. വെള്ളം ചോദിക്കാൻ അവർ മറന്നു. അവർക്കൊരവസരം കിട്ടിയപ്പോൾ ആ അവസരത്തെ അവർ ഉപയോഗപ്പെടുത്തി. ഈ പള്ളിയിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതൊരവസരമാണ്. ഈ പള്ളി ഒരു അവസരമാണ്. നന്മകൾ പഠിക്കാൻ, നന്മകൾ ചെയ്യാൻ, സുഹൃതങ്ങൾ നേടിയെടുക്കാൻ, നമ്മുടെ ഗ്രന്ഥത്തിൽ നന്മകൾ രേഖപ്പെടുത്താനുള്ള ഒരവസരമാണ്. നാളെ ചോദ്യമുണ്ടാകും, വിചാരണയുണ്ടാകും. ഇവിടെ ഒരു പള്ളി ലഭിച്ചിട്ട് ആരാ ജമാഅത്തിന് വന്നത്? ആരാണ് പള്ളിയിലെ ജുമാക്ക് നേരത്തെ എത്തിയത്? ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ഒരു ബാധ്യത കൂടെ നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ ജീവിതത്തെ കാണാനും ഉപയോഗപ്പെടുത്താനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്ത് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ഒരു ചെറിയ കുട്ടി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അല്ലാഹു ആ കുഞ്ഞിൻ്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ തന്നെ രോഗികളുണ്ട്, മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്. നമ്മുടെ വീടുകളിൽ, പ്രവാസ ലോകത്ത് പലയിടങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവാണ് ഷാഫി, അല്ലാഹുവാണ് ശിഫയേകുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വേദനിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സ്വാലിഹുകളായ സന്താനങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. ദീന് പഠിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഈ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.